നമസ്കാരം. നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള വെള്ളം കണ്ടില്ലേ? ഇതിന് സാധാരണ വെള്ളമല്ല, മൊത്തം ആ ഡിച്ച് വെള്ളമാണ്. അതിനകത്തുനിന്ന് വേസ്റ്റ് ഡിച്ച് വെള്ളമാണ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നോക്കി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ചികിത്സയ്ക്കെത്തിയ രോഗികൾ വിളിച്ചാണ് ഈ വിഷയം അറിയുന്നത്. അവർക്ക് സ്മെല്ല് കൊണ്ട് ഈ ഭാഗത്ത് എവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. ജില്ലാ ആശുപത്രിയിലെ മലിനജലം മുഴുവൻ ഓട പൊട്ടിയൊലിച്ച് ഒഴുകി വരുന്നത് മുഴുവൻ റോട്ടിലേക്കാണ്. ആ റോട്ടിൽ നിന്ന് കുട്ടികളുടെ ആശുപത്രിയിലേക്ക് വരുന്നവർക്കാണ് ഇത് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇത് അതിനകത്ത് തന്നെ, ജില്ലാ ആശുപത്രിക്ക് അകത്ത് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകി വരുന്നത്. മുൻപ് ഈ വിഷയം സൂചിപ്പിച്ചെങ്കിലും അന്ന് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഈ വിഷയത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ മലിനജലം മുഴുവൻ റോട്ടിലേക്ക് ഒഴുകി വരുന്നത്. ഇത് രാവിലെ അവിടെ നിന്ന് ഡിച്ചിൽ വരുന്ന ഫുള്ള് വെള്ളമാണ്. ഈ വെള്ളം ഒന്ന് ഇവിടെ ചെക്കി നിൽക്കുമ്പോൾ ഓരോ പൈതൽ കുട്ടികളെ, ഓരോ അമ്മമാർ, ഓരോ അച്ഛന്മാർ, ഓരോ ഡോക്ടർമാർ, ഓരോ സൂപ്പർവെൻ്റ് എല്ലാവരും വരുന്ന സമയത്ത് നടക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്കടക്കം ചെരുപ്പൊക്കെ നടക്കാൻ പറ്റുന്നില്ല. ഇത് ഡിച്ച് വെള്ളമാണ്. ഇതിൽ അണുക്കളുണ്ടാവും, ഒരുപാട് കൃമികളുള്ള വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നതാണ്. ചെറിയ പൈതലുണ്ട്. അപ്പോൾ ഓരോ പൈതലൊക്കെ നമ്മൾ വെയ്യായി മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഡിച്ചിൻ്റെ വെള്ളമൊക്കെ കാണുമ്പോൾ കൊതു വന്നാലും മുട്ട ഇടുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വെയ്യായൊക്കെ വരികയാണ്. കുട്ടികളുടെ ഗർഭിണികളുടെ ആശുപത്രിയാണിത്. ഇവിടെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പൊടികളുടെ ശല്യം ഞങ്ങൾ ഒരു പരിധി വരെ ശ്രമിച്ചു. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് പൊടിയുടെ ശല്യത്തിൽ അല്പം കുറവ് വന്നത്. വീണ്ടും ഇപ്പോൾ മലിനജലത്തിൻ്റെ പ്രശ്നങ്ങളായി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ആൾക്കാർക്ക്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഒരു ചാലെല്ലാം തോണ്ടി ഒന്നെല്ലാം എടുത്ത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടുണ്ട്.